السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. സഹോദരങ്ങളെ, ഇനി ജബ്ബാറിൻ്റെ ചപ്പടാച്ചി, അത് സൂറത്ത് ഫീലുമായി ബന്ധപ്പെട്ടാണ്. സൂറത്ത് ഫീൽ 105-ാമത്തെ സൂറയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل وجعلهم كعصف مأكول. صدق الله. ألم تر كيف فعل ربك بأصحاب الفيل. ആ ആനക്കാരെ നിൻ്റെ നാഥൻ എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നത് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ അലം തറ നേർക്ക് നേരെ കണ്ടുവോ എന്നാണ്. നീ കണ്ടുവോ? കാണുക എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ണുകൊണ്ട്, പുറം കണ്ണുകൊണ്ട് കാണുക എന്നുള്ള അർത്ഥത്തിലല്ല, ചിന്തിക്കുക എന്ന അർത്ഥത്തിലാണ്. ഖുർആനിൽ ഈ പദം ചിന്തിക്കാനുള്ള അർത്ഥത്തിൽ നിരവധി സ്ഥലങ്ങളിൽ ഉപയോഗിച്ചതായിട്ട് കാണാം. അത് മലയാളത്തിൽ പോലും നമ്മൾ കാണുക എന്നുള്ളത് ചിന്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതാണ് ഇവിടെ ഖുർആൻ ഉപയോഗിച്ചത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ. അവരുടെ തന്ത്രം അല്ലെങ്കിൽ കുതന്ത്രം അത് അള്ളാഹു നിഷ്ഫലമാക്കിയില്ലേ? അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ. അത് നിഷ്ഫലമാക്കിയത് എങ്ങനെയാണ്? ഫഅർസല അലൈഹിം തൈറൻ അബാബീൽ. അബാബീൽ പക്ഷികളെ അള്ളാഹു അവരുടെ നേരെ അയച്ചു. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. അവരെ സിജ്ജീൽ, ചുടുകട്ട എന്നാണ് സിജ്ജീൽ എന്ന് പറഞ്ഞാൽ. കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ചുടുകട്ടക്കാണ് സിജ്ജീൽ എന്ന് പറയാം. ചുടുകട്ട എന്ന് പറയുമ്പോൾ അത് വലിയ കട്ട എന്ന് വിധിക്കേണ്ടതില്ല. ഇവിടെ ചെറിയ കട്ടക്ക് പോലും സിജ്ജീൽ എന്ന് പറയാം. ചുട്ടെടുത്തത് എന്നതിന് അർത്ഥമുള്ളൂ. അപ്പോൾ സിജ്ജീൽ അലം അർസല അലൈഹിം തൈറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ആ പക്ഷികൾ അവരെ സിജ്ജീൽ, ചുട്ടെടുത്ത കട്ട കൊണ്ട്, കല്ലുകൊണ്ട് എറിയുന്നു. ഫജഅലഹും കഅസ്ഫിൻ മഅ്കൂൽ. അങ്ങനെ അള്ളാഹു അവരെ ചവച്ചരച്ച വൈക്കോൽ പോലെയാക്കി. ഇതാണ് ഈ ആയത്തിൽ, ഈ സൂറത്തിൻ്റെ നേർക്ക് നേരുള്ള അർത്ഥം. ഇവിടെ ജബ്ബാർ പറയുന്നത് ഈ സൂറത്ത് ഒരു കെട്ടുകഥയാണ്. സൂറത്തിൽ പരാമർശിച്ച ഈ വിഷയം എന്ന് പറഞ്ഞാൽ അതൊരു കെട്ടുകഥയാണ്. ജബ്ബാറിൻ്റെ ഭാഷ ജബ്ബാർ പറയുന്നതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈബിളിൽ നിന്നൊരുപാട് കഥ ഖുർആനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, എടുത്തു ചേർത്തിട്ടുണ്ട്. പിന്നെ അറബികളുടെ ഇടയിലുണ്ടായിരുന്ന കഥകളും പല കെട്ടുകഥകളും ഖുർആനിലെടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് ജബ്ബാർ കണ്ടെത്തിയതൊന്നുമല്ല. ഓറിയൻ്റലിസ്റ്റുകൾ നേരത്തെ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുള്ള, എഴുതി വച്ചിട്ടുള്ള സംഗതികൾ ജബ്ബാർ അത് നോക്കി കോപ്പി അടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ജബ്ബാറിൻ്റെതുമായിട്ട് ഇതിലൊന്നുമില്ല എന്നതാണ് വസ്തുത. അതേ അവസരം ഇതൊക്കെ താൻ കണ്ടെത്തിയതാണെന്ന മട്ടിലാണ് മൂപ്പരുടെ പോക്ക്. പിന്നെ ഈ കെട്ടുകഥ എന്ന് ഖുർആനെ വിശേഷിപ്പിക്കുക എന്നുള്ളത് ജബ്ബാർ മാത്രം പറയുന്ന സംഗതിയല്ല.
അത് മക്കയിൽ ഖുർആൻ അവതരിച്ചു കൊണ്ടിരുന്ന കാലത്ത് മക്കയിലെ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ഖുറൈശികളിൽപ്പെട്ട ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, അതുപോലെ തന്നെ മദീനയിലെ ശത്രുക്കളൊക്കെ പറഞ്ഞിരുന്നതാണ് അസാത്തീറുൽ അവ്വലീൻ, പൂർവികരുടെ കെട്ടുകഥകൾ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ കെട്ടുകഥയുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഖുർആനിലെ പല വസ്തുതകളും സംഭവങ്ങളും, വസ്തുതകൾ, ചരിത്ര വസ്തുതകളുണ്ട്, ശാസ്ത്രീയ വസ്തുതകളുണ്ട്, അതുപോലെ ഒരുപാട് സംഗതികളുണ്ട്, പ്രവചനങ്ങൾ പലതും പുലർന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കെട്ടുകഥയാവണ്ടേ? അപ്പോൾ ഇവിടെ ജബ്ബാർ തൻ്റെ ഈ വാദഗതി തെളിയിക്കാൻ വേണ്ടിയുള്ള ഈ സൂറത്ത് ഫീൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ജബ്ബാറിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ടെങ്കിൽ വളരെ ബോധ്യമാവുന്നൊരു സംഗതിയുണ്ട്. പറഞ്ഞിട്ട് കേട്ടുണ്ടാകണില്ല, എന്നിട്ട് പറഞ്ഞു ഒപ്പിക്കുകയാണ് മൂപ്പർ. ഒന്ന്, നേരത്തെ ഖുർആനെ സംബന്ധിച്ച് എല്ലാ സൂറത്തുമായിട്ടും ബന്ധപ്പെട്ട് ജബ്ബാർ പറയുന്ന സംഗതി തന്നെയാണ് കെട്ടുകഥകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊക്കെയോ കൂട്ടിക്കെട്ടി ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പറയണതാണ്. മറ്റൊന്ന് ജബ്ബാർ പറയുന്നത് മുഹമ്മദ് ജനിച്ച വർഷം നടന്ന ഒരു ചരിത്ര സംഭവം, ഇതൊരു ചരിത്ര സംഭവമാണെന്ന് ജബ്ബാറും സമ്മതിക്കുന്നുണ്ട്. ഒരു ചരിത്ര സംഭവമാണ്. പക്ഷേ ആ ചരിത്ര സംഭവം ആയിട്ട് ബന്ധപ്പെട്ട് പിന്നീട് കുറേ കഥ അറബിയിൽ പ്രചരിച്ചിരുന്നു. ആ പ്രചരിച്ച കഥകളിൽ ഒരു കഥ മുഹമ്മദ് എടുത്തിട്ട് അള്ളാഹുവിൻ്റെ പേരിൽ ആരോപിച്ചു. ഇവിടെ മാത്രമല്ല, ജബ്ബാർ പറയുന്നൊരു സംഗതി എട്ടുകാലി മമ്മിഞ്ഞിയുടെ മാതിരി ചെയ്തു എന്നാണ്. അപ്പോൾ ഒരു ഫലിതം അല്ലെങ്കിൽ ഒരു ആപ്തവാക്യം, യഥാർത്ഥത്തിൽ എട്ടുകാലി മമ്മുഞ്ഞി എന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രം ചെയ്തിരുന്ന എന്താണ്, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ജബ്ബാർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതെന്താ, എട്ടുകാലി മമ്മുഞ്ഞ് ചെയ്തിട്ടുള്ളത് നാട്ടിലുണ്ടാവുന്ന അവിഹിത ബന്ധങ്ങളിലുണ്ടാവുന്ന എല്ലാ ഗർഭത്തിൻ്റെ ആൾ താനാണ് എന്ന് പറഞ്ഞിട്ടത് സ്വന്തം ഏറ്റെടുക്കുക ചെയ്യുക. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജബ്ബാർ പറയുന്ന അനുസരിച്ച് ഖുർആൻ നബി ഉണ്ടാക്കിയതാണെങ്കിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വയം ഏറ്റെടുക്കുകയല്ല ചെയ്യണത്, ഇത് അള്ളാഹുവിനോട് ചേർത്ത് പറയാണ്. അപ്പോൾ ഒരു ഫലിതം അല്ല, ഒരു ആപ്തവാക്യം, ഇപ്പം എട്ടുകാലി മമ്മുഞ്ഞ ഒരു ആപ്തവാക്യമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ആപ്തവാക്യം എങ്ങനെ പ്രയോഗിക്കണം, അതിൻ്റെ സാരാംശം എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ട് എന്താണ് എന്നുപോലും അറിയാത്ത സാഹിത്യപരമായിട്ട് ഉള്ള യാതൊരു കാഴ്ചപ്പാടും ഇല്ലാത്ത ഒരുത്തൻ എന്നാണ് ജബ്ബാറിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ളൊരു ഉദാഹരണം പറയുമ്പോൾ ഒരു ആപ്തവാക്യം ഉദ്ധരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ യാതൊരു കഥയില്ലാത്ത ഒരുത്തൻ എന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ. മാത്രമല്ല, ഇവിടെ മറ്റൊരു പ്രശ്നമുള്ളത്, ഇത്രയൊക്കെ സുന്ദരമായി അറബി ഭാഷ അറിയുന്ന ആരും വിശുദ്ധ ഖുർആനിൽ പിന്നെ തെറ്റുകളുണ്ട്, ഭാഷാപരമായി തെറ്റുണ്ടെന്ന് പറയില്ല, അതുപോലെ തന്നെ ഭാഷാ നിയമമനുസരിച്ച് തെറ്റുണ്ടെന്ന് പറയും. ജബ്ബാർ വെറുതെ അങ്ങനെ എന്തൊക്കെ ബബ്ബ പറയാമെന്നുള്ളതല്ലാതെ അറബി ഭാഷയിൽ പ്രാവീണ്യമുള്ള ഒരു മനുഷ്യനും ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഖുർആൻ്റെ പേരിൽ ഉന്നയിക്കുകയില്ല. പിന്നെ അതിനെ എതിർക്കുന്ന ആളുകൾ ഇത് അള്ളാഹുവിൻ്റെതാണോ നബിയുടേതാണോ എന്നുള്ള ഒരു സംശയം അവർ പിന്നെ പറയുള്ളൂ. അപ്പോൾ ഇവിടെ ഉള്ള പ്രശ്നം എന്താ പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ഒരു ഗ്രന്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഉണ്ടാക്കിയതാണെങ്കിൽ ഇത് അള്ളാഹിൻ്റെ പേരിൽ കെട്ടിവെക്കേണ്ട കാര്യം എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ളത്? ഞാനീ പറയുന്നത് ഞാൻ തന്നെ പറയുന്നതാണ്, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ ഇനിയും കഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ എൻ്റെ മഹത്വമാണ് ഇത് പറയുന്നതാണല്ലോ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്ഥാനവും മാനവും ഒക്കെ ജനങ്ങളിൽ ഉയരാൻ നല്ലത്. അതിന് പകരം ഇവിടെ ഈ ഖുർആൻ എന്ന് പറഞ്ഞത് തൻ്റേതല്ല, അത് അള്ളാഹുവിൻ്റേതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അള്ളാഹുവിൻ്റേതാണെന്ന് നബി ആരോപിക്കുന്നു എന്നാണ് ജബ്ബാറിൻ്റെ വാദം. എങ്കിൽ എന്തിന് അത് പറയണം എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത്തേത്, ഇതിലെ പ്രയോഗം തന്നെ എന്താണ്, ഹലം തറ കൈഫ ഫഅല റബ്ബുക,
നിൻ്റെ നാഥൻ ചെയ്തത് എന്നാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണ് ഖുർആൻ്റെ ആളെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടത് എങ്ങനെയാണ്? അലം തറ കൈഫ ഫഅലല്ലാഹുന്നോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഒരു പ്രയോഗമാണ് റബ്ബുക്കും ഖുറൈശികളോട് പറയുകയാണെങ്കിൽ റബ്ബുക്കും അല്ലെങ്കിൽ റബ്ബി, ഈ രീതിയിലൊക്കെയാണ് പറയേണ്ടത്. ഇവിടെ ഒന്ന് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേർക്കുന്നതിനുള്ള സംബോധനയാണ്. തുടർന്ന് ഈ ഖുർആൻ കേൾക്കുന്നത് ആസ്വദിക്കുന്ന അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന ആളുകൾ പോലും അവരോടുള്ള സംബോധനയായിട്ടാണ് പിന്നീട് വരിക. അപ്പം ഇങ്ങനെയുള്ളവർ ഖുർആനെ സംബന്ധിച്ച് ഒരു വാക്യത്തെ അല്ലെങ്കിൽ ഒരു സൂറത്തിനെ പറ്റിയാണ് ജബ്ബാർ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഉണ്ടാക്കിയതാണെന്ന് വാക്യായത്ത് സൂറത്തുകളെ പറ്റിയൊക്കെ പറയുന്ന അതേ പല്ലവി തന്നെയാണ് ഇവിടെ ജബ്ബാർ പാടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഗതി അത് അള്ളാഹുവിൻ്റെ പേരിൽ കെട്ടി വെക്കണതിനെ സംബന്ധിച്ച് എങ്ങനെയാണ് കെട്ടുകാലി മമ്മുഞ്ഞിൻ്റെ സ്വഭാവം എന്ന് പറയാം. അപ്പോൾ ഈ രണ്ടർത്ഥത്തിലും ജബ്ബാറിന് സംഗതികൾ അറിയില്ല എന്ന് മാത്രമല്ല അവിടെ ജബ്ബാർ ബബ്ബമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതിനു പുറമെ മുഹമ്മദ് ഖുറൈശികളോട് കഥ പറയുന്നതാണ്. അപ്പോൾ മുഹമ്മദ് ഖുറൈശികളോട് കഥ പറയുന്നു എന്ന് പറയുമ്പോൾ ഖുറൈശികളോടാണല്ലോ അത് പറയുന്നത്. സംഗതി ശരിയാണ്, മക്കയിൽ അവതരിച്ചൊരു സൂറ. അപ്പോൾ ഖുറൈശികളോട് ഈ കഥ പറയുമ്പോൾ ഖുറൈശികൾ തിരിച്ചു ചോദിക്കണ്ടേ, മുഹമ്മദ് ഈ പറയുന്നത് എന്താണ്? ഇങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടില്ലല്ലോ, ഞങ്ങൾക്കാർക്കും അത് അറിയില്ലല്ലോ. അബ്രാഹത്തും ആളുകളും ഇവിടെ മക്കയിലേക്ക് വരാൻ ഒരുങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ അവർ മക്കയുടെ അടുത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നില്ല. അവരങ്ങനെ നശിപ്പിച്ചത് ഞങ്ങൾക്കറിയില്ല എന്നാണല്ലോ അവർ പറയേണ്ടത്. എന്നാൽ അതിന് പകരം ഖുറൈശികളിൽ ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ അബൂജഹലോ അബൂ സുഫിയാനോ അബൂ ലഹബോ അങ്ങനെയുള്ള ഒരുപാട് ശത്രുക്കളുണ്ടായിരുന്നു. നബിയെ കൊച്ചാക്കുന്ന പലപ്പോഴും നബിയെ ആക്രമിക്കാനും മർദ്ദിക്കാനും തുനിയുന്ന, നബിയെ പരിഹസിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. ഇവരാരും തന്നെ ഈ സംഭവത്തെ സംബന്ധിച്ച് എന്തുകൊണ്ട് മിണ്ടിയില്ല? അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ജബ്ബാർ പറയുന്ന അല്ല വസ്തുത എന്ന് ആ ഒരു സമീപനം ഖുറൈശി ശത്രുക്കളുടെ ഈ സമീപനം തന്നെ തെളിവ് നൽകുന്നുണ്ട്. ജബ്ബാർ വെറുതെ ബബ്ബവ് പറയാണ്. ജബ്ബാറിന് ഇതിൽ യാതൊരു സംഗതിയും പറയാൻ സാധ്യമല്ല, നിഷേധിക്കാൻ കഴിയില്ല എന്നുള്ളത്. പിന്നെ താനൊരു യുക്തിവാദിയാണ്, ദൈവനിഷേധിയാണ് എന്നതുകൊണ്ട് അള്ളാഹുവിനെ അംഗീകരിക്കാൻ ജബ്ബാറിന് കഴിയില്ല. അപ്പോൾ അള്ളാഹുവിനെ അംഗീകരിക്കാത്ത ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള സംഭവം അംഗീകരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ എതിർക്കേണ്ടി വരുന്നു, തള്ളി പറയേണ്ടി വരുന്നു എന്നത് മാത്രമാണ് ജബ്ബാറിൻ്റെ പ്രശ്നം. ഇവിടെ ജബ്ബാറിനെ പോലെ നിഷേധികളായിട്ടുള്ള യുക്തിവാദികൾ അല്ലെങ്കിൽ നാസ്തികന്മാരായിട്ടുള്ള ആളുകൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾക്ക് ബോധ്യമുള്ളൊരു സംഗതിയാണ്. ഇവിടെ ഇത്തരം സംഗതികൾ അംഗീകരിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി ഒന്ന് അപാരമായിട്ടുള്ള കഴിവുകളുള്ള, കഴിവിന് യാതൊരു നിയന്ത്രണമില്ലാത്ത ഒരു ശക്തി, ഒരു അള്ളാഹു, ആ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിച്ച സംഗതികൾ അവൻ ഉദ്ദേശിച്ച രീതിയിൽ അത് നടപ്പിൽ വരുത്തും എന്നുള്ളത് അംഗീകരിക്കുകയും ചെയ്യുന്നവരോടെ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഒന്നാമത് ജബ്ബാർ ഇത്തരം കാര്യങ്ങൾ കൈയാളുന്നത് പോലും ജബ്ബാറിൻ്റെ വിവരമില്ലായ്മ അല്ലെങ്കിൽ വിവേകമില്ലായ്മയുടെ തെളിവാണ്. കാരണം തൻ്റെ പരിധിയിൽപ്പെടാത്ത, ഒരു മനുഷ്യൻ്റെയും പരിധിയിൽപ്പെടാത്ത, മനുഷ്യന് കണ്ടെത്താൻ കഴിയാത്ത ഒരു സംഗതിയിൽ അല്പബുദ്ധിയായിട്ടുള്ള മനുഷ്യൻ ഇടപെടാന്നുള്ളത് തന്നെ അവൻ്റെ കഥല്യായ്മയുടെ തെളിവാണ്. ഈ കഥല്യായ്മയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ജബ്ബാർ ഈ സൂറത്തുമായിട്ട് നല്ല മൊത്തത്തിലും ഖുർആനുമായിട്ട് തന്നെ ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി അതാണെന്നുള്ളതാണ് വസ്തുത. പിന്നെ ജബ്ബാർ ഇതിൻ്റെ ചരിത്ര സംഭവമായിട്ട് പറഞ്ഞിട്ടുള്ള ചില സംഗതികളുണ്ട്. അത് അറേബ്യയിൽ അവർക്കറിയാമായിരുന്ന ചരിത്രം എന്താണെന്നും ജബ്ബാർ പറഞ്ഞതിനുള്ള അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്നും ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാമെന്നാണ് വിചാരിക്കുന്നത്.